ഇത് സർവീസ് പ്രൊവൈഡറിൻ്റെ ആപ്പാണ്. നമ്മൾ ആദ്യം തന്നെ സർവീസ് പ്രൊവൈഡർ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ പറഞ്ഞാൽ സൈനപ്പ്. നമ്മുടെ പേരും ഫോൺ നമ്പറും നമുക്ക് ഇഷ്ടമുള്ള 4 സംഖ്യകൾ വെച്ചിട്ട് എംപിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഫോൺ നമ്പറാണോ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ആ ഫോൺ നമ്പറിലോട്ട് 4 സംഖ്യയുള്ള OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ, നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സർവീസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആധാർ നമ്പറും പേരും സ്ഥലവും നമ്മുടെ ആധാർ നമ്പറുടെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് നമുക്ക് അവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ സർവീസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഏത് സർവീസാണ് നമ്മൾ കൊടുക്കാൻ നമുക്കുള്ളത് ആ സർവീസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ വെഹിക്കിളും 1 മണിക്കൂറിന് എത്രയാണ് വെഹിക്കിൾ ചാർജ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ പേര്, ഏത് ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്, സൈസ് ഏതാണ്, ആ രീതിയിലൊക്കെ നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഏതാണെന്ന രീതിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് ഒന്നിലധികം സർവീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതിനുശേഷം നമ്മുടെ ഫാർമേഴ്സ് നമ്മൾക്ക് ഈ ഒരു സർവീസ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതെല്ലാം സർവീസ് റിക്വസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അവർ ഓക്കെ ആണ്, ആ ഒരു സമയത്ത് നമ്മൾ അവിടെ റെഡി ആണെങ്കിൽ നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കമ്മിറ്റഡ് സർവീസിൽ നമ്മുടെ അപ്കമിങ് സർവീസ്, ഇനി വരാനുള്ള സർവീസും ഓൺഗോയിങ് സർവീസ്, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായ സർവീസും അതുപോലെ തീർന്നത് കംപ്ലീറ്റഡ് സർവീസ് എല്ലാം നമുക്ക് വ്യൂ ചെയ്യാനായി പറ്റും. അപ്കമിങ് സർവീസിൽ നമുക്ക് നമ്മുടെ അസൈൻ സൂപ്പർവൈസർ എന്നൊരു ഓപ്ഷനും കൂടിയാണ്. നമുക്ക് സൂപ്പർവൈസർ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫാർമേഴ്സ് ഏതൊക്കെയാണ് എല്ലാ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അതാണ്